السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون. സദഖല്ലാഹുൽ അലിയുൽ അദീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അതിനനുസരിച്ച് ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരിശുദ്ധ റമളാൻ മാസം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിലാണ് നാം ഉള്ളത്. എണ്ണപ്പെട്ടതും വിലപ്പെട്ടതുമായ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി റമളാനിൽ ബാക്കിയുള്ളത്. റമളാൻ നമ്മളിൽ നിന്നും കഴിഞ്ഞു പോകുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ഏറെ, വിശ്വാസികളുടെ മനസ്സിനെ ഏറെ വിഷമിപ്പിക്കുന്നതും അവർക്ക് ഖേദമുണ്ടാക്കുന്നതുമായ ഒരു പ്രവർത്തനമാണ്. ഈ സന്ദർഭത്തിൽ നമ്മളിലേക്ക് കടന്നു വന്ന ഈ അള്ളാഹുവിൻ്റെ അതിഥിയായി കടന്നു വന്ന ഈ റമളാൻ നമ്മളോട് വിട പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഈ റമളാനിനെ ആദരിക്കേണ്ട പ്രകാരം നമ്മൾ ആദരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ അതിഥിയെ ആദരിക്കാതെ അതിനോട് അനാദരവ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യുവാനുള്ള സുപ്രധാനമായ കർമ്മം, നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കണം എന്നുള്ളതാണ്. ഒരുപാട് കർമ്മങ്ങൾ റമളാനിൽ ചെയ്തു തീർത്തു എന്ന ചാരിതാർത്ഥ്യത്തിലാണ് നമ്മൾ ഉള്ളത്. എന്നാൽ ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വീകരിക്കുമോ എന്നുള്ളൊരു സംശയം എപ്പോഴും സത്യവിശ്വാസികൾക്ക് ഉണ്ടാകുമെന്നാണ്. എപ്പോഴും സ്വീകരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന അവരുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഉയർന്നു വരും. നമുക്കറിയാം, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബ നിർമ്മാണം പൂർത്തിയാക്കി ഏറെ പ്രയാസകരമായി മാസങ്ങളോളം പണിപ്പെട്ടുകൊണ്ട് കഅബ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം ആ കഅബ നിർമ്മാണത്തിൽ അവർ അഹങ്കരിക്കുകയല്ല, അഹംഭാവം നടിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഞങ്ങൾ ചെയ്ത ഈ ക്ലേശകരമായ കർമ്മം പടച്ചവനെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് കൈകളുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 127 വചനത്തിൽ അള്ളാഹു അത് പറയുന്നുണ്ട്. വൈദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കഅബാലയത്തിൻ്റെ അടിത്തറകൾ പണിതുയർത്തുകയും എന്നിട്ട് അത് പൂർത്തിയാക്കുകയും ചെയ്തതിന് ശേഷം അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ,
പടച്ചോനെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണം, ഇന്നകാന്ത സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ വിനയാന്വിതനായി അള്ളാഹുവോട് അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കും. സത്യവിശ്വാസികളുടെ സ്വഭാവമായിട്ട് സൂറത്ത് മൂമിനൂനയിലെ 60-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില. വല്ലദീന യൂതൂന, സത്യവിശ്വാസികൾ ആരാണ്? അവർ നൽകും, മാ ആതൗ, അള്ളാഹു അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കും. അവർ പാവങ്ങൾക്കും കഷ്ടപ്പെടുന്നവർക്കും നൽകും. അപ്പോഴൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ വജിലത്തുൻ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങളിൽ ഭയമാണ്, പേടിയാണ് എന്ന്. അപ്പോൾ എപ്പോഴും അവരുടെ ഹൃദയങ്ങൾക്ക് പേടിയാണ്. ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ നബിയോട് ചോദിച്ചു, എന്താണ് പ്രവാചകരെ പേടി എന്ന് പറഞ്ഞത്? ആരാണ് ഈ കൂട്ടർ? ഹൃദയത്തിൽ എപ്പോഴും പേടിയുണ്ടാകുന്ന കൂട്ടർ ആരാണ്? പ്രവാചകൻ പറഞ്ഞു, അവർ കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്ന നിങ്ങളുടെ സഹോദരന്മാരാണ്. പക്ഷെ അവർക്ക് എപ്പോഴും പേടി എന്താണ്? ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ള പേടിയാണ്. ആ പേടി നിമിത്തം അള്ളാഹുവിനോട് എപ്പോഴും അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കും, പടച്ചവനെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, കബൂൽ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന അവരുടെ ഉള്ളിനുള്ളിൽ നിന്ന് എപ്പോഴും ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, തഖ്വയിൽ അധിഷ്ഠിതമായ അമലുകളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ജാടകൾക്കും പൊങ്ങച്ചത്തിനു വേണ്ടി ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ഉണ്ടാവുകയില്ല. ഇന്നമായ തഖബ്ബലു മിനൽ മുത്തഖീൻ, സൂക്ഷ്മതയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനു വേണ്ടി ചെയ്യുന്ന അമലുകളെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അള്ളാഹു സ്വീകരിക്കപ്പെടാത്ത അമലുകളിൽ നമ്മളെ പ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം എന്ന് നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ റമദാൻ കഴിയുമ്പോൾ സത്യവിശ്വാസികൾക്ക് ഒരു ശൂന്യത ഉണ്ടാവുകയില്ല. റമദാൻ കഴിഞ്ഞാൽ ഇനി എന്ത്? റമദാൻ ഒരുപാട് കർമ്മങ്ങളുണ്ടായിരുന്നു. റമദാൻ കഴിയുന്നതോടുകൂടി അതിനെല്ലാം വിരാമമിടുന്ന ഒരു അവസ്ഥ സത്യവിശ്വാസികൾക്ക് ഉണ്ടാവുകയില്ല. കാരണം റമദാനിൽ അവൻ ആരാധിക്കുന്ന റബ്ബും റമദാൻ കഴിഞ്ഞാൽ അവൻ ആരാധിക്കുന്ന റബ്ബും രണ്ടും ഒന്ന് തന്നെയാണ്. ആ റബ്ബ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്. ആ റബ്ബിനെയാണ് അവൻ ആരാധിക്കുന്നത്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും ഈ കർമ്മങ്ങൾക്ക് നിരന്തരമായി ചെയ്യണം. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, ഒരിക്കലും മരിക്കാത്ത, എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിൽ, പടച്ച തമ്പുരാനിൽ നീ തവക്കുലാക്കിയും കൊണ്ട് ഇബാദത്ത് ചെയ്യണം. ഏതുവരെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നതുവരെ നിരന്തരമായ കർമ്മങ്ങളാണ് നിന്നിൽ നിന്നും ഉണ്ടാവേണ്ടത്. അതിനൊരു ഫുൾ സ്റ്റോപ്പില്ല. റമദാൻ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പില്ല എന്നുള്ളതാണ്. അത് തുടർച്ചയായി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശീലനമാണ് നമ്മൾക്ക് റമദാനിൽ കിട്ടിയത്. ആ പരിശീലനം വരുംകാല 11 മാസക്കാല ജീവിതത്തിൽ അത് നമ്മുടെ കൂടെ ആ പരിശീലനം ഉണ്ടായിരിക്കണം. ഇപ്പം റമദാൻ നമ്മോട് വിട പറയുന്നില്ല. റമദാനിൻ്റെ ഊർജം, റമദാനിൻ്റെ ഈമാൻ 11 മാസക്കാലവും നമുക്ക് മുന്നോട്ട് ഗമിക്കുവാനുള്ള ഊർജമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ്, അല്ലേ? നമ്മൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ നിയന്ത്രണം നമ്മളിൽ തന്നെ ആയിത്തീരാൻ, മനുഷ്യൻ വികാരങ്ങൾക്ക് അതേമാതിരി എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ട് വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോവാതെ ഈമാനോടുകൂടി വിവേകത്തോടുകൂടി കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തിയാണ് റമദാനിൽ നമ്മൾ നേടിയെടുത്തത്. കോപം, എടുത്തുചാട്ടം, കാമാസക്തി, ഭ്രമം തുടങ്ങിയ ശരീരത്തിൻ്റെ ഇച്ഛകളെ ഒക്കെ നിയന്ത്രിക്കാൻ റമദാനിൻ്റെ പകലിൽ നമ്മൾ പഠിച്ചു, അല്ലേ? ഇനി അത് വരുംകാല ജീവിതത്തിൽ പ്രയോഗിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു പ്രയോഗവൽക്കരണം ഈ 11 മാസം നമ്മൾ ചെയ്യുമ്പോൾ ഈ റമദാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. റമദാനിൻ്റെ ആ ശിക്ഷണങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ്. നമ്മളെ പ്രകോപിപ്പിക്കുന്ന, നമുക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഭാവിയിൽ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകും. അപ്പോഴെല്ലാം തന്നെ അതിൽ പ്രകോപിതനാവാതെ വിവേകത്തോടു കൂടി അതിനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. യാക്കൂബ് നബി പറഞ്ഞ മാതിരി ഫസ്സബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ പറയുന്ന വിഷയത്തിൽ ഞാൻ ഒന്നും പറയുന്നില്ല. മകനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ് വന്നപ്പോൾ യൂസുഫ് നബി പറഞ്ഞതാണ്, ഞാൻ ക്ഷമിക്കുകയാണ് എന്നാണ്. അപ്പോൾ ക്ഷമയോടുകൂടി പ്രശ്നങ്ങളെ നേരിടാനുള്ള പരിശീലനം വരുംകാല ജീവിതത്തിൽ അതുണ്ടാവണം. അതുപോലെ തന്നെ റമദാൻ കഴിഞ്ഞാലും പാവപ്പെട്ടവൻ്റെ പ്രയാസം കാണുമ്പോൾ അലിയുന്ന ഹൃദയം നമുക്കുണ്ടാവണം. കാരണം റമദാനിൽ നമ്മൾ ഒരുപാട് സഹായിച്ചതാണ്. പക്ഷേ ആ സഹായിക്കണമെന്നുള്ള ആ മനോഭാവം റമദാൻ കഴിഞ്ഞാലും നമുക്ക്
കഷ്ടപ്പെടുന്നവൻ്റെ കഷ്ടപ്പാടുകൾ തീർക്കാൻ നമ്മൾ അവന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം എന്നാണ്. അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ നമ്മൾ സജീവമായി നിർവഹിച്ചതാണ്. റമദാൻ കഴിഞ്ഞാലും രാത്രി നമസ്കാരമുണ്ട്. രാത്രി നമസ്കാരം എല്ലാ ദിവസങ്ങളിലും ആണ്ടിൽ 365 ദിവസവും നിർവഹിക്കേണ്ടതാണ്. ഏറ്റവും പുണ്യമുള്ള നമസ്കാരമാണ്. റമദാൻ കഴിഞ്ഞാലും എത്രയാണോ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത് അത് നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോവുക. കാരണം മഹബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹു വൈൻ കല്ല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിത്യമായി ചെയ്യുന്ന കർമ്മങ്ങളാണ്, അത് ഏറ്റവും കുറഞ്ഞതായാലും ശരി എന്നാണ്. അപ്പോൾ ഇങ്ങനെ റമദാൻ മാസത്തിൽ നമ്മൾ പരിശീലിച്ച പരിശീലനം, നമ്മൾ ചെയ്ത വാഗ്ദാനം, കരാർ, അള്ളാഹുമായി നമ്മളൊരു കരാറിൽ ഏർപ്പെട്ട് റമദാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം, ദുഷ്കർമ്മങ്ങൾക്ക് അടിമയാവുകയില്ല, വികാരങ്ങൾക്ക് അടിമയാവുകയില്ല എന്നൊക്കെയുള്ള ആ കരാർ നമ്മൾ പൂർത്തിയാക്കണം. വഔഫൂ ബിഅഹദില്ലാഹി ഇദാ ആഹദതും വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹാ. അള്ളാഹുവുമായി ചെയ്ത കരാർ നിങ്ങൾ പൂർത്തിയാക്കണം, അത് നിങ്ങൾ ലംഘിക്കരുത്. കരാർ ചെയ്തതിന് ശേഷം ആ കരാറിനെ ഒരിക്കലും നിങ്ങൾ ലംഘിക്കരുത്. ഇങ്ങനെ വരുംകാല ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമായിട്ട് ഈ റമദാൻ മാറണം, ഈ റമദാൻ ആ രൂപത്തിലേക്ക് പരിവർത്തിക്കപ്പെടണം. അങ്ങനെ റമദാൻ കൊണ്ട് ഊർജം ലഭിച്ച, ഈമാൻ ലഭിച്ച സത്യവിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെട്ടാൽ മാത്രമേ നമ്മുടെ റമദാൻ ഫലവത്തായിട്ടുള്ളൂ, അത് അതിന് ലക്ഷ്യത്തിലെത്തിയിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ലക്ഷ്യത്തിലെത്തിയ റമദാൻ നോമ്പ് നോക്കുകയും അതിനോടനുബന്ധിച്ച് നിരന്തരമായ കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ സുന്നത്ത് നോമ്പ്, ഫർദ് നോമ്പ് കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പുണ്ട്, ശവ്വാൽ 6 നോമ്പുണ്ട്, അതേമാതിരി വരുന്ന തിങ്കളും വ്യാഴവും നോമ്പുണ്ട്, വെളുത്തവാവിന് ദിവസങ്ങളിൽ നോമ്പുണ്ട്. ഇങ്ങനെയുള്ള നോമ്പുകൾ സജീവമാക്കി സുന്നത്ത് നോമ്പുകൾ അവൻ സജീവമാക്കുന്നു. സുന്നത്ത് നമസ്കാരങ്ങളും വളരെ കൃത്യമായി അവൻ ചെയ്യുന്നു. ആ രൂപത്തിലേക്ക് അവൻ്റെ കർമ്മങ്ങളുടെ നിരന്തരത ഉണ്ടാകുമ്പോൾ അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. റസൂൽ ഒരിക്കൽ ചോദിച്ചു, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്ന, നിങ്ങൾക്ക് പദവികൾ ഉയർത്തിത്തരുന്ന ഒരു പ്രവർത്തനം ഞാൻ പറഞ്ഞു തരട്ടെയോ? അപ്പോൾ സഹാബികൾ പറഞ്ഞു, അതേ പ്രവാചകരെ. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ വളരെ തണുപ്പുള്ള, പ്രയാസം അനുഭവിക്കുന്ന, വെള്ളം തൊടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന തണുപ്പുള്ള അവസരങ്ങളിൽ പോലും വളരെ കൃത്യമായി വുളൂവിൻ്റെ അവയവങ്ങളിൽ ഒക്കെ വെള്ളം കഴുകിയും കൊണ്ട് നിങ്ങൾ കൃത്യമായി പൂർണ്ണമായി വുളൂ എടുക്കുകയും പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നടന്നു പോവുകയും എന്നിട്ട് ഒരു നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മറ്റൊരു നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞത്. ഫദാലിക്കുമുർ റബാത്തു, അതാണ് നിരന്തരമായ പ്രവർത്തനം. ആ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. അതാണ്. അപ്പോൾ അങ്ങനെ ഇത് ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും. മാത്രവുമല്ല, ആപൽ ഘട്ടങ്ങളിൽ അള്ളാഹു അവനെ രക്ഷിക്കും. അവൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ സഹായം അവനുണ്ടാവും. എഴുഫലുല്ലാഹ യഅഫലുക, അള്ളാഹു പറഞ്ഞത് പ്രകാരം നീ നടക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും, നിന്നെയും അള്ളാഹു സംരക്ഷിക്കും. എഴുഫലുല്ലാഹ തജിദുഹു അമാമക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നാൽ നിൻ്റെ മുമ്പിൽ, നിൻ്റെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ നിൻ്റെ മുമ്പിൽ അള്ളാഹു നിനക്ക് സഹായമായി ഉണ്ടാകും. തഅറഫ് ഇലൈഹി ഫിർറഖാ യഅരിഫുക ഫിശ്ശിദ്ദ, നീ സന്തോഷവാനും സൗഖ്യം ലഭിച്ച, നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിനെ ഓർത്താൽ നിനക്ക് പ്രയാസങ്ങളുണ്ടാവുന്ന, കഷ്ടപ്പാടുണ്ടാവുന്ന സന്ദർഭത്തിൽ അള്ളാഹു നിന്നെയും ഓർക്കും എന്നാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഈ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങൾ നിരന്തരമായി മരണം വരെ ചെയ്യുവാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവണം. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോയാലും ആ റമദാനിൻ്റെ ഊർജവും അതിൻ്റെ അലയൊലികളും നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് വിജയമായി നമ്മുടെ റമദാൻ ലക്ഷ്യത്തിലെത്തിയ റമദാനായി തീർന്നു എന്നാണ്. അപ്പോൾ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ റമദാനിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ബാക്കിയായി അവിടെ നിലകൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്തെങ്കിലും ഒരു പുതിയ ഇബാദത്ത്, നമ്മൾ ചെയ്യാത്തൊരു ഇബാദത്ത്, ഇസ്ലാമിലുള്ള ഇബാദത്ത് തന്നെ നമ്മൾ ചെയ്യാത്തത് നമ്മൾ പ്രാവർത്തികമാക്കണം. അല്ലേ? ദുഹാ നമസ്കരിക്കാത്തവരത്, തഹജ്ജുദ് നമസ്കരിക്കാത്തവരത്, റവാത്തിബ് സുന്നത്തുകൾ കൃത്യമായി ചെയ്യാത്തവരത്, ഒരു റമദാൻ കഴിയുമ്പോൾ പുതിയൊരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ, ഇസ്ലാം കൽപ്പിച്ചൊരു ഇബാദത്ത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് നമ്മൾ ജീവിപ്പിക്കാൻ ശ്രമിച്ചാൽ
നമ്മുടെ ഈ നോമ്പ് അർത്ഥപൂർണമായി. അങ്ങനെ നോമ്പ് കഴിഞ്ഞാലും നോമ്പിൻ്റെ ഈമാൻ ജീവിതത്തിൽ പ്രകാശമായി കൊണ്ട് നടക്കുന്ന സത്യവിശ്വാസികളായി നമ്മൾ തീരുക. റബ്ബ് അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കഷ്ടപ്പാടുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, പാപങ്ങൾ എല്ലാം അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൽ അള്ളാഹു നമ്മുടെ അമലുകളെല്ലാം തന്നെ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വല്ല പോരായ്മകളും വീഴ്ചകളും ആ അമലുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅഫുറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ നമ്മയും ഒക്കെ പഠിച്ചവൻ നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وسائر أعمالنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.